ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഗസ്റ്റുകൾ നുണക്കുഴി എന്ന് പറയുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ഗ്രേസ് ആന്റണി, ദിക്കിക, മനോജേട്ടൻ, ബേസിൽ ചേട്ടൻ. നമസ്കാരം. 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 ഞാൻ ആക്ച്വലി ഫുൾ പഠിച്ചിട്ടാ വന്നേക്കുന്നത്. ആണല്ലേ? ഇങ്ങോട്ടത്തെ പോലെ ഏറി പോവാൻ ഞാൻ ഈ കാശിയും വാരാണസിയും ഒക്കെ എവിടെയായിട്ട് വരും? ദൂരെന്ന് വെച്ചാ സന്ദീപന്റെ വീടിന്റെ അപ്പുറത്ത്. പക്ഷെ അത് പല ആൾക്കാർക്കും അറിയില്ലായിരുന്നു. അത് എനിക്കും അറിയില്ലായിരുന്നു. പൊട്ടനായിരുന്നു ഞാൻ. അതല്ല, ചേട്ടനുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ അത്യാവശ്യം എല്ലാം നോക്കി. പക്ഷെ എഴുതി വന്നപ്പോ ബേസിൽ തന്നെ ഇത് ചെയ്യണം എന്ന് തോന്നി. കാരണം ഇന്ന് അങ്ങനത്തെ ഒരു കളത്തരവും ഉടായ്പും ഒക്കെ ഉള്ളൊരു ക്യാരക്ടർ ചെയ്യാൻ ബേസിൽ ചേട്ടനെ ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു റൈറ്റർ. ഓക്കെ, ഫസ്റ്റ് ഗ്രേസ് കഴിഞ്ഞ ഇന്റർവ്യൂ കണ്ട സമയത്ത് എന്നോട് കുറെ പേര് ചോദിച്ചു, ഉമ്മിയൊക്കെ ചോദിച്ചു, ഗ്രേസ് ആന്റണിക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ കോമഡി ചെയ്യുന്നതൊക്കെ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന ആ ടൈപ്പ് ഓഫ് ഹ്യൂമർ വീണ്ടും ചെയ്യുന്നതിൻ്റെയൊക്കെ ദേഹമൊക്കെ അനങ്ങിയിട്ടുള്ള ഹ്യൂമറൊക്കെ ഉണ്ട്. അയ്യോ ഈ ജയ 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 ഹേല് ആ ചവിട്ട് കൊണ്ട് വീണിട്ട് ആ മേശം തട്ടി പൊളിച്ചിട്ട് ആ അക്യൂറിയത്തിന്റെ താഴെ പോയിരുന്നു. അത്രയും ബോഡി ആണെങ്കിൽ ഹ്യൂമർ ഒന്നും ഞങ്ങളാരും ചെയ്തിട്ടില്ല. ചേട്ടാ, അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ആ, അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. കുഴപ്പത്തിൽ ചെന്ന് ചാടി ബേസിലിന്റെ വഴിക്ക് പോകും, ഞാൻ എൻ്റെ വഴിക്ക് പോകും. ഞാനും മനോജും കൂടെ ഉള്ള ക്യാരക്ടർ ഞങ്ങൾ ഓർമ്മിക്കല്ലേ? അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ, പോവാൻ മോനെ.